സുഹൃത്തുക്കളെ, അത്തിമരം കണ്ടിട്ടില്ലാത്തവർ അധികമൊന്നും കാണില്ല. എങ്കിലും ഞാൻ ഇന്ന് ഒരിടത്ത് നിന്നപ്പോൾ ഇതെന്താന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചോദിച്ചു. അവർക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള അത്തിമരമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കായ്കളൊക്കെ ഭക്ഷ്യയോഗ്യമാണ്. പക്ഷേ നമുക്ക് മലയാളികൾ അധികം ഇത് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ വിദേശത്തൊക്കെ അറബ് നാടുകളിലൊക്കെ വളരെ വിലയേറിയ സാധനമാണ് ഇത്. ഇന്ന് തണൽ വൃക്ഷമായിട്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ, ബദാം പോലെ തന്നെ തണൽ വൃക്ഷമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വടശ്ശേരിക്കര ബൗണ്ടറി MRS സ്കൂളിൻ്റെ ഗ്രൗണ്ടിലെ 2 ബദാം അത്തിമരമാണിത്. അത് നിറച്ച് കായാണ്. ഇത് പ്രോസസ്സ് ചെയ്യുന്ന രീതിയൊക്കെ ആൾക്കാർ അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ നാളെ ഉള്ളവർക്കും അത് പ്രയോജനപ്പെടും. ഭാവിയിലുള്ളവർക്കും പലയിടത്തും ഇങ്ങനെ അത്തിമരത്ത് കായ് വെറുതെ കളയുന്നു. ഇത് നമ്മുടെ വടശ്ശേരി ബൗണ്ടറി, പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരി ബൗണ്ടറി MRS സ്കൂളിൻ്റെ ഗ്രൗണ്ടിലുള്ളതാണ്. ആ അത്തിമരം ഉണ്ട്. വളരെ മനോഹരമായ രീതിയിൽ തണൽ വൃക്ഷമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്തിപ്പഴം തിന്നിട്ടുള്ളവരോ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം നല്ലൊരു തണൽ ഇവിടെ ഗ്രൗണ്ടിൽ ഭയങ്കര വെയിലാണ്. അപ്പോഴാണ് ഈ അത്തി മരത്തിൻ്റെ ചുവട് കണ്ടോ ഭയങ്കര തണലുമാണ്. അപ്പോൾ